ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഈ ഒരു കളിക്കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ട് എങ്ങനെ മോരുകറി ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ തേങ്ങ വച്ച് ഒരു ഡിഫറെൻറ്റ് വേയിലാണ് ഞാൻ ഇന്ന് മോരുകറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് സാധാരണ വെക്കുന്നതിലും കുറച്ച് മാറ്റമൊക്കെ വരുത്തിയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയായി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ്. ഞാനിവിടെ തേങ്ങ ചിരകി വെച്ചത് എടുത്തേക്കുമാണ്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ഭാഗം തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കറി കൂടുതൽ ഉണ്ടാക്കാം. അതിനനുസരിച്ച് തൈരും മറ്റ് ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഇൻഗ്രീഡിയൻ്റായ തേങ്ങ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ വേറെ ഇൻഗ്രീഡിയൻ്റായിട്ട് കാണിക്കുന്നില്ല, എല്ലാം ഇതിൽ തന്നെ ഒരുമിച്ച് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തതായി നമുക്ക് വേണ്ടത് ജീരകമാണ്. ചെറിയ ജീരകമാണ് ഞാൻ ഇതിൽ എടുത്തേക്കുന്നത്. അപ്പോൾ വലിയ ജീരകത്തിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഞാനിപ്പോൾ ഒരു ഇഞ്ചി ചെറിയൊരു പീസ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ വലിപ്പമുള്ളത് കൊണ്ട് മാത്രമാണ് 3 എടുത്തത്. അതിന് നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ഒരു 4 5 നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്ന. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പിലയും നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു അരപ്പിന് വേണ്ട കറിവേപ്പില മാത്രമേ ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം എല്ലാ ഇൻഗ്രീഡിയൻസും ആയി. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. മഞ്ഞൾ പൊടിയും എന്താ പറയേണ്ടത്, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഈ അരപ്പിന് ആവശ്യമുള്ളത് മാത്രമായ ഒരു 1/2 ടീസ്പൂൺ ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് അരക്കാം. പക്ഷെ ഞാനിവിടെ എന്ത് ചെയ്തില്ല, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൂടി ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇതിലേക്ക് വരാൻ പോകുന്നത്. സാധാരണയിലും ഡിഫറെൻ്റായിട്ട് ഞാനിവിടെ തൈര്, അതായത് നമ്മുടെ യോഗേട്ട്, ഫുൾ ക്രീം യോഗേട്ട് ഞാനിതിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നോർമലി നമ്മൾ എന്താ ചെയ്യാറ്, തേങ്ങയൊക്കെ അരച്ച് നമ്മൾ എന്ത് ചെയ്യും, മോരൊക്കെ കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തൈര് എന്ത് ചെയ്യും, ഈ തേങ്ങയുടെ കൂട്ടിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കുന്നില്ല. അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ആ തേങ്ങയൊക്കെ നന്നായി അരഞ്ഞ് കിട്ടാൻ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് കൂട്ടി അരക്കണമെങ്കിൽ കൂട്ടി അരക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് തൈര് മാത്രം ഇട്ട് എന്ത് ചെയ്യാം, ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിതാ ഇവിടെ അതടിച്ച് വന്നേക്കുവാണ്. കണ്ടില്ലേ, നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിൽ ഇരിക്കുവാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഒരു ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ഞാൻ വലിയ പീസ് ഇട്ടതുകൊണ്ട് അത് അരയാതെ നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ ഇഞ്ചിയൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മളൊരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 3 സ്പൂണ് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. അപ്പം നന്നായി പാന് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തതായി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, ചൂടായതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കടുക്
പൊട്ടാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒരുമാതിരി ടേസ്റ്റ് മാറ്റം വരും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കടുകൊന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂണ് അല്ലെങ്കിൽ ഒരു 1-1.5 സ്പൂണ് ഉലുവ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിത്തീരുന്ന സമയത്തിനുള്ളിൽ ഉലുവ പൊട്ടാൻ തുടങ്ങും. അതിനുശേഷം ഒരു 2 വറ്റൽമുളക് പീസാക്കിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. നമ്മൾ ഓൾറെഡി കറിവേപ്പില ചേർത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് പൊട്ടി, കടുകൊക്കെ ഒന്ന് പൊട്ടി, മുളകൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായി ഉണങ്ങി വരുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില നനവുള്ളത് കൊണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരെ നിന്നിട്ട് ഇളക്കി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഒരു സവാളയുടെ ഒരു ചെറിയ ഭാഗം, ഒരു 1/4 ഭാഗം മാത്രം ചെറുതായി കട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 2-3 ഉള്ളി ചേർത്ത് കൊടുക്കും, ചെറിയ ഉള്ളി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം കൂടാതെ ഇതിൽ കുറച്ചുകൂടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് ഇതിൽ കൂട്ടിച്ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നന്നായി വഴറ്റിയെടുക്കാൻ പറ്റും. സാധാരണ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് വഴറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇതിന് നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തുകൊണ്ട് തന്നെ ഉള്ളി പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മറക്കരുത്, നമ്മുടെ തീ എന്ത് ചെയ്യണം, ലോ ഫ്ലെയിമിൽ മാത്രമേ ആക്കാൻ പാടുള്ളൂ. നമ്മൾ മോര് കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ മോര് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തിളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോഴാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. അതൊരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അധികം വെള്ളം ഞാൻ ചേർക്കുന്നില്ല. കൂടുതൽ വെള്ളം ആവുകയാണെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്ന് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, തിളക്കാതെ സൂക്ഷിക്കണം. അതിനെന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തിളച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ചേർത്ത് ഉപ്പിൻ്റെ ആവശ്യം അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നോക്കി ഒഴിക്കാം. നമുക്ക് ഇതിലേക്ക് ഞാനിപ്പം ഒരു സ്പൂണിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കാരണം ഇതിന് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിന് ശേഷം ഉപ്പൊക്കെ എല്ലാവിടെ ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ സമയത്തിന് ലാഭത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തീ എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടി കൊടുക്കാൻ പാടില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ മോരുകറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ മാത്രം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ലോ ഫ്ലെയിമിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മോരുകറി തയ്യാറാക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മോരുകറിയുടെ അത്യാവശ്യം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓഫ് ചെയ്ത് വെക്കാം.
അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, ഒരു സേവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മോരുകറി നന്നായിട്ട് ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചൂടാറുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അധികം വീഡിയോസ് ഞാൻ ഇടുന്നത് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി.